നമസ്കാരം. ഞാൻ ഈ സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നാണ് വെഞ്ഞാറമൂട് ഗവൺമെൻറ് UP സ്കൂള്. ഈ സ്കൂളിലെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം. അക്കാഡമിക് മികവിലായാലും കുട്ടികളുടെ എണ്ണത്തിലായാലും കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്കൂളാണ്. മികവാർന്ന പ്രവർത്തനങ്ങളുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സ്കൂളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അധ്യാപകരുടെ കോർഡിനേഷനാണ്. എല്ലാ അധ്യാപകരും വളരെ മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഒരു പ്രവർത്തനത്തിലും ഒരു അധ്യാപകരും പിറകോട്ട് പോകുന്നില്ല. അതിൻ്റെ ഗുണമാണ് കുട്ടികളിൽ കാണുന്നത്. സർക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിൽ പോഷക സമൃദ്ധവും ആരോഗ്യപ്രദമായ ഫുഡാണ് നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആഴ്ചയിൽ 5 ദിവസവും 5 തരം വിഭവങ്ങളാണ്. അത് നമ്മളവിടെ മെനു ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആഴ്ചയിൽ 2 ദിവസം ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പാൽ കൊടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച മുട്ടയും കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ താല്പര്യപ്രകാരം ചിക്കൻ കറിയും മീൻ കറിയും മെനുവിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. നമ്മുടെ സ്കൂളിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കുട്ടികളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലും ഫ്രീ അവർ എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന ക്ലാസ്സുകളിലാണ് കൊടുക്കുന്നത്. ഇതുകൊണ്ട് കുട്ടികളിൽ ഒരു സഭാകമ്പം ഇല്ലാതെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അവർ കുറേശ്ശെ അത് പരിശീലിച്ച് വരുന്നുണ്ട്. USSൻ്റെ പരിശീലനമാണ് നമുക്കിവിടെ നടക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ USSനെ കുട്ടികളെ തയ്യാറെടുപ്പിക്കുന്നുണ്ട്. ഇത്തവണയും മോഡൽ എക്സാം നടത്തുകയാണ്. ഇപ്പോൾ ഇവിടെ OMR ഷീറ്റുകൾ നൽകിയാണ് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. മറ്റന്നാളാണ് എക്സാം. നമ്മൾ സ്കൂൾ ബസ്സിലാണ് കുട്ടികളെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ട് വരുന്നത്. നമ്മളുടെ സ്കൂളിലെ ഒരു പ്രൊഡക്ഷൻ സെൻ്ററാണ് തണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലോഷൻ നിർമ്മാണമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ലോഷൻ നിർമ്മിക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങളാണ് സോഫ്റ്റ് സോപ്പ്, പൈൻ ഓയിൽ, ബോറിക് ആസിഡ് എന്നിവയെല്ലാമാണ് ചെയ്യുന്നത്. ഇതിൽ മണം കിട്ടുവാൻ വേണ്ടി നമ്മൾ പുൽത്തൈലം, ലെമൺ, ലാവൻഡർ, ജാസ്മിനൊക്കെ എടുക്കും. ഇപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പുൽത്തൈലമാണ്. പഠിക്കാൻ നല്ല കുട്ടികളും പക്ഷേ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നൊക്കെയാണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. കൈത്തൊഴിൽ പഠിക്കുന്നതാണ് മെയിൻ ഉദ്ദേശം. ഇതിൽ അവസാനം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം വാർഷികത്തിൻ്റെ ഭാഗമായി അവർക്ക് വീതിച്ചു കൊടുക്കുന്നതാണ്. ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള E-Cube ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ സ്കൂളിൽ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കി വരുന്നു. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ കുട്ടികൾക്കാണ് E-Cube ഇംഗ്ലീഷിൻ്റെ ക്ലാസ് പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തനങ്ങളായി തന്നെ കൊടുക്കുന്നത്. ഒരു ലാപ്ടോപ്പിന് 3 or 4 കുട്ടികളെ ചേർത്തിരുത്തി E-Cube ഇംഗ്ലീഷിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. കുട്ടികൾ ഇത്രയുമുള്ള ഒരു സ്കൂളായിട്ട് കൂടി 2 or 3 പീരീഡുകൾ ചേർത്ത് നമ്മൾ E-Cube ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുകയും അത് ഫലപ്രദമായി നടപ്പിലാക്കുക, അതിൻ്റെ പ്രയോജനം കുട്ടികൾക്ക് കാര്യക്ഷമമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. വെഞ്ഞാറമൂട് ഗവൺമെൻറ് UPSൽ കഴിഞ്ഞ 23 വർഷമായി ഗാന്ധി ദർശൻ പഠന പരിപാടി നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ, അതായത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനും ഉതകുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പാക്കി മാറ്റുന്നതിന് പെൺബൂത്ത് സംഘടിപ്പിച്ചു. 2024-25 അധ്യയന വർഷത്തെ ഗാന്ധി ക്ലബ് ജൂൺ മാസം തന്നെ ആരംഭിച്ചു. ഗാന്ധി കലോത്സവത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും നമ്മുടെ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കൂള് ഗവൺമെൻറ് UPS വെഞ്ഞാറമൂട് എല്ലാ വർഷവും മികവുത്സവം ബന്ധപ്പെട്ട് തനതായ പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അയർപ്പച്ച ഔഷധ നിർമ്മാണത്തിനായി കുട്ടികൾ വീട്ടിൽ നിന്നും ഔഷധികൾ കൊണ്ടുവരികയും അതുമായി തോട്ട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അധ്യാപകരുടെ സഹായത്തോടെ കുട്ടികൾ തന്നെയാണ് നിർമ്മാണം ആരംഭിച്ചത്. പിന്നെ ഈ തോട്ടത്തിൻ്റെ വിപുലീകരണത്തിനായി തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഔഷധത്തോട്ടമുണ്ട്. അത് അവിടെ ചെന്ന് ചെടികൾ ശേഖരിക്കുകയും ഇവിടെ കൊണ്ടുവന്ന് അത് സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ സ്കൂളിലെ ചിന്മയി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടാക്കിയ കറ്റാർവാഴ ജെല്ലാണ് ഇത് സൗന്ദര്യവർദ്ധക വസ്തുവാണ്. ഇവിടെ നടക്കുന്നത് മറ്റന്നാൾ നടക്കുന്ന LSS പരീക്ഷയുടെ മാതൃകാ പരീക്ഷ നടത്തുകയാണ്. എല്ലാ കുട്ടികളും ഒരുവിധം പരീക്ഷയ്ക്കായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കേരള സർക്കാർ സമഗ്ര ശിക്ഷാ വിദ്യാഭ്യാസം പദ്ധതിയുടെ ഭാഗമായിട്ട് സ്റ്റാർട്സ് പ്രോജക്റ്റായിട്ട് അനുവദിച്ചിരിക്കുന്ന ക്രിയേറ്റീവ് കോർണർ സംവിധാനമാണ് ഈ റൂമിലുള്ളത്. ഏകദേശം 12ഓളം തൊഴിലിനങ്ങൾ പ്രൈമറി വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടാനുള്ളൊരു സൗകര്യം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്.
കൃഷിയുണ്ട്, അതുപോലെ ഫർണിച്ചർ നിർമ്മാണം വരുന്നുണ്ട്, LED ബൾബ് നിർമ്മാണം വരുന്നുണ്ട്, തയ്യൽ വരുന്നുണ്ട്, ഫാഷൻ ഡിസൈനിങ് അതിനുള്ള സൗകര്യമുണ്ട്, അതുപോലെ എംബ്രോയ്ഡറി വർക്കിന് സൗകര്യമുണ്ട്, ഇലക്ട്രിക് സംവിധാനം, ഇലക്ട്രിക് വയറിങ്ങും മറ്റ് വർക്കുകളും പഠിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം 12ഓളം തൊഴിൽ നമ്മുടെ 7ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം സർക്കാർ നമുക്ക് സ്കൂളിന് ഒരു 5 പൈസയുടെയും ചിലവില്ലാതെ തന്നെ പൂർണ്ണമായും കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തൊഴിലും നമ്മളും ചെയ്ത് പഠിച്ച് പരിചയപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ച് പോകുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. PTA, SMC, MPTA അംഗങ്ങളിൽ തന്നെ പ്രഗത്ഭരായ തൊഴിൽ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. ഒപ്പം സമൂഹത്തിൽ നിന്നും നമുക്ക് സ്കൂളിന് സൗജന്യമായി സേവനം തരാൻ പറ്റുന്ന ആളുകളുടെ സേവനം കൂടെ ഉറപ്പുവരുത്തുന്നു. സ്കൂൾ ഓഫീസിൽ ഈ വർഷത്തെ ട്രോഫികളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. അത് ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമാണ്, അലങ്കാരമാണ്, പ്രൗഢിയാണ്. നമസ്കാരം, ഞാൻ ഗവൺമെൻറ് UPS വെഞ്ഞാറമൂട് SMC ചെയർമാനാണ്. നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളിന് വന്ന മാറ്റവും വികസനങ്ങളെല്ലാം നമ്മൾ നേരിട്ട് കണ്ടവരാണ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ വികസനത്തിന് നമ്മോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും നമ്മുടെ പ്രിയങ്കരനായ വാമനാപുരത്തിൻ്റെ MLA അഡ്വക്കേറ്റ് DK മുരളി അവർകളും ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തത്തുല്യമായ പങ്കുകൾ വഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഈ സ്കൂളിന് ഇനിയും പുരോഗതിയിലേക്ക് നയിക്കുവാൻ നിങ്ങൾ രക്ഷിതാക്കളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.